ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. ലഞ്ച് ബോക്സ് മാത്രമല്ല, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ മക്കൾസിൻ്റെ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഹെൽത്തിയാണ്. ഞാനിത് കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കിയ വീഡിയോ ആണ്. ഇതിൻ്റെ ഷോർട്സ് ഇട്ടിനേനും, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്യാത്തതുകൊണ്ട് കുറച്ച് ഡിലേ ആയിപ്പോയി. അതും വളരെ ഹെൽത്തിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ആദ്യം തന്നെ പച്ചരിയിലെ വൈറ്റ് ദോശ റൈസ് എന്ന് പറയും, അത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരക്കപ്പിനും കുറച്ച് മുകളിലായിട്ട് ഉഴുന്ന്, അതായത് ഉറദ് ദാല് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 4-5 മണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം, അതായത് കുതിർത്ത് വെക്കണം എന്ന്. അപ്പോൾ അതിനുശേഷം ഞാൻ എടുത്ത് നോക്കുന്നുണ്ട്, നമുക്കിത് അരച്ചെടുക്കണം. ഞാനിത് 1 മണിക്കാണ് കുതിർത്ത് വെച്ചത് ഉച്ചക്കത്തെ, എന്നിട്ട് ഒരു വൈകുന്നേരം അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു കറക്റ്റ് അളവാണ്. ഈ അളവ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഇഡ്ഡലിയും ദോശയും എല്ലാം ചുടാൻ പറ്റും. ഞാൻ ഈ ഒരു മാവിനെ കൊണ്ട് തന്നെയാണ് മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കൽ. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. നമ്മൾ കുതിർത്ത് വെക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെക്കാം. അപ്പം ഞാനിത് മിക്സിയിലോട്ടേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. ഇനി ഇതിൽ ഞാൻ ഒരു 1/4 കപ്പായിട്ട് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ട്രിപ്പായിട്ട് അരച്ചതിൽ ഫസ്റ്റത്തെ ട്രിപ്പിൽ ഞാൻ 1/4 കപ്പ് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം കൂടി പോകരുത്, കാരണം കുറച്ച് ടൈറ്റിലാണ് നമുക്ക് ഈ മാവ് കിട്ടേണ്ടത്. കണ്ട, ഇതുപോലെ കിട്ടണം. രണ്ടാമത്തെ ട്രിപ്പിലും ഞാൻ 1/4 കപ്പ് ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വെള്ളവും ഒഴിച്ച് കൊടുക്കണം, വെള്ളം കൂടി പോകരുത്. ഇതിൽ ഞാൻ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, ഉപ്പിടുന്നേ ഇല്ല കേട്ടോ. അപ്പം ഇത് 2 ട്രിപ്പായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മെയിനായിട്ട് ഞാനിതിൽ ഈസ്റ്റൊന്നും ഉപയോഗിക്കുന്നില്ല. ഞാനിത് കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. കൈയാണ് നമ്മൾ ഈസ്റ്റ്, ഞാൻ ഈസ്റ്റ് ഉപയോഗിച്ചിട്ടേ ഇല്ല ഇതുവരെ. അപ്പം ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 4-5 മണിക്കൂർ ഞാൻ ഇത് മൂടി വെക്കുന്നുണ്ട്. നല്ലോണം എയർ ടൈറ്റ് ആയിട്ട് വെക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു വെയിറ്റ് എടുത്ത് വെക്കുന്നുണ്ട്. ഇത് നമ്മൾ അരച്ചതിനേക്കാളും പൊങ്ങി വരും. ഇപ്പം പക്ഷേ 2 കപ്പായതുകൊണ്ട് അധികം ഒന്നും പൊങ്ങി വരാൻ സാധ്യതയില്ല. അപ്പം നമ്മൾ ഇത് തുറന്ന് നോക്കുന്നുണ്ട്. 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കണ്ട, ഇതുപോലെ നേരത്തേനേക്കാട്ടും കുറച്ചും കൂടി പൊന്തി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാത്തതുകൊണ്ട് അത് കുറച്ച് വലിയ പാത്രമാണ്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് പുലർച്ചക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. മക്കൾക്ക് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാനിത് കുറച്ചെടുത്തിട്ട് ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു മാവ് ഒന്നും ചെയ്തിട്ടില്ല, ഇതിൽ വെള്ളം ഒഴിക്കുകയോ ലൂസാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെയാണ് ആക്കിയെടുക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബീട്രൂട്ടിൻ്റെ പകുതി എടുത്തിട്ട് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് ബീട്രൂട്ട് വേവിച്ചിട്ടൊന്നുമില്ല, നോർമലായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. കുറച്ച് വെള്ളം കൂട്ടിയിട്ട് അത് ഞാൻ ഈ മാവിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മാവിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ കളറ് മാറുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും. സാധാരണ ബീട്രൂട്ട് നോർമലായിട്ട് തോരൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാലൊന്നും കുട്ടികൾ കഴിക്കൂല. പക്ഷേ ഇങ്ങനെയെല്ലാം ഫുഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവരെ വയറ്റിൽ പോവുകയും ചെയ്യും, ഹെൽത്തി ആണല്ലോ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ മാവാക്കണം എന്നൊന്നുമില്ല. നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇഡ്ഡലീൻ്റെ മാവ് എടുത്ത് ഉപയോഗിക്കാം. അതങ്ങനെ തന്നെ ഇതിലേക്ക് ബീട്രൂട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രം എടുക്കണോ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് 2 എണ്ണം ഉണ്ട്, പിന്നെ ഒന്ന് ചെറുതുണ്ട്. അപ്പോൾ അതെടുക്കണോ എന്നിങ്ങനെ ആലോചിക്കുന്നതിനും വലുത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത് ആവിച്ചെമ്പ് മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണ്. രണ്ടാമത്തത് ഇവിടുന്ന് ഹസ്ബൻഡ് മേടിച്ചതാണ്. ഞാൻ ചെറുതാണ് എടുക്കുന്നത്. ചെറുതാകുമ്പോൾ മക്കൾക്ക് കഴിക്കാൻ സുഖമായിരിക്കും, അവർക്ക് കുട്ടിയായിട്ട് കഴിക്കുന്നതാണല്ലോ ഇഷ്ടം. ഈ ഒരു ആവിപാത്രത്തിൻ്റെ ഉപയോഗം അധികം ആൾക്കൊന്നും അറിയാൻ പറ്റണമെന്നില്ല. ഞാൻ ആദ്യമെല്ലാം കുറേ പ്രാവശ്യം ഇങ്ങനെ ട്രിപ്പായിട്ട് ചുടലായിരുന്നു എൻ്റെ ചെറിയൊരു ആവിച്ചെമ്പേനും. പിന്നെ ഇത് കിട്ടിയതിന് ശേഷമാണ് ഇതിൻ്റെ ഉപയോഗം മനസ്സിലായത്. വേഗം നമുക്ക് പണി കഴിയുകയും ചെയ്യും, ഗ്യാസ് ലാഭമാവും. ഞാൻ ഈ ഒരു പാത്രത്തിൽ നെയ്യ് തടവിയതിന് ശേഷം ഞാനൊരു ക്യാരറ്റും മല്ലിച്ചപ്പും വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ഡെക്കറേഷൻ. അതിന് വേണ്ടിയിട്ടാണ്. റിസൾട്ട് എന്താവുമെന്ന് അറിയില്ല. ഇതിലേക്ക് ഞാൻ നമ്മുടെ പിങ്ക് ഇഡ്ഡലി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നല്ലൊരു രസമുണ്ട്. മക്കൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അവർ കഴിച്ചോളും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ഇഡ്ഡലീനെ ഞാനിങ്ങനെ ഇതുപോലെ തട്ടായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമെല്ലാം വിചാരിച്ചിട്ടുണ്ടേനും ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു മേലെ ഉണ്ടാകുന്ന ഒരു സ്ക്രൂ ഉണ്ട്, അതും കൂടി ഇടണമെന്ന്. ഈ ഇടേണ്ട മടി കൊണ്ട് ഞാൻ ഇതുവരെ ഇതുണ്ടാക്കി നിന്നിട്ടില്ലേനും. പിന്നീടാണ് മനസ്സിലായത് ഈ ഒരു സംഭവം ഇടണമെന്നില്ല, നമുക്ക് ഇങ്ങനെ തന്നെ ആവിച്ചെമ്പിൽ വെക്കാം. അതാവുമ്പോൾ നമുക്ക് വെന്ത് കഴിഞ്ഞാൽ എടുക്കാനും സുഖമാണ്. ഈ ഒരു ആവി
പാത്രത്തിൽ ഞാൻ ഇത്രയും വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇഡ്ഡലി വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലിയിൽ വെള്ളം എത്താത്ത തരത്തിലാണ് വേണ്ടത്. അത് നിങ്ങൾക്ക് അത് വെക്കുമ്പോൾ മനസ്സിലാവും. കൂടുതൽ വെള്ളം ഒഴിക്കണമെന്നില്ല. നമുക്കത് വെന്ത് കഴിഞ്ഞിട്ട് കുറവുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ആ ഒരു ഇഡ്ഡലിയിൽ വെള്ളം ആവാത്ത വിധത്തിൽ നമുക്ക് വെച്ച് കൊടുക്കണം. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. നമ്മളെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേഗമായി കിട്ടും. എൻ്റെ ഈ ഒരു ഇഡ്ഡലി ചെമ്പിലാകെ 6 ഇഡ്ഡലിയും ചുടാൻ പറ്റലുള്ളൂ. പക്ഷെങ്കിൽ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് വേഗം പണി കഴിയുന്നുണ്ട്. നേരത്തെ കാണിച്ച വലിയ ഇഡ്ഡലിയിൽ കൂടുതൽ ചുടാൻ പറ്റും. പിന്നെ ഇന്ന് മക്കൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് രീതിയിലാക്കുന്നതാണ്. പിന്നെ ഈ പിങ്ക് കളറിലാക്കാൻ കാരണം ഒരു വെറൈറ്റി ആക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. എപ്പം നമ്മൾ നോർമലായിട്ടുള്ള വൈറ്റ് ഇഡ്ഡലിയും ദോശയെല്ലാം കൊടുത്തിട്ട് കുട്ടികൾക്ക് തന്നെ മടുത്തിട്ടുണ്ടാകും. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് പരീക്ഷിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയോണ്ടാണ്. ഞാൻ ഉദ്ദേശിച്ച പോലെ ആയിട്ടില്ല. പുറത്ത് നല്ല രീതിയിൽ കാണുന്ന തരത്തിലേനും ആ ഒരു ഡെക്കറേഷൻ കൊടുത്തത്. പക്ഷെങ്കിൽ അത് മാവ് കൊണ്ട് കവറായി പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. എന്നാലും വേണ്ടിയില്ല. അങ്ങനെ നമ്മളെ ഇഡ്ഡലിയെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ചുട്ട ഇഡ്ഡലീൻ്റെ കളറേ അല്ല റിസൾട്ടായിട്ട് വന്നത്. ലൈറ്റ് പിങ്ക് കളറായിരുന്നു നമ്മൾ ഇഡ്ഡലി ആവിച്ചെമ്പിൽ വെച്ചത്. പക്ഷേ കിട്ടിയപ്പോൾ ഈ കളറാണ്. അത് വേവുന്ന സമയത്ത് കളറ് മാറിയിട്ടാണ് വന്നത്. ഇനി നമുക്ക് ദോശ ഞാൻ ചുടുന്നുണ്ട്. പാൻ കേക്കിൻ്റെ പാനാണ് ഇത്. എൻ്റെ അടുത്ത് ഒരു 2-3 വർഷമായി. റോൾഫോർഡിൻ്റെ പ്രൊഡക്റ്റാണ് ഇത്. ഞാനിവിടെ ട്രെൻഡ് ഓയിൽ എന്ന് പറയുന്ന ആപ്പിൽ കണ്ടിട്ടുണ്ട് റോൾഫോർഡിൻ്റെ പ്രൊഡക്റ്റ്. അതിൽ നോക്കിയാൽ മതി. പിന്നെ നാട്ടിൽ ചിലപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കിട്ടുമായിരിക്കും. ഞാനിങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക്. അധികമൊന്നും വേണമെന്നില്ല. കാരണം ഓൾറെഡി ഞാൻ ബീട്രൂട്ട് അരക്കുന്ന സമയത്ത് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പം ഇതിൽ കുറച്ച് ഗീ പശു നെയ്യും കൂടിയും പുരട്ടി കൊടുക്കുന്നുണ്ട്. നോർമൽ നമ്മൾ കഴിക്കുന്ന അതേ ക്രിസ്പി ആയിട്ടുള്ള ദോശയായിട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ മക്കൾക്ക് സ്കൂളിൽ ടിഫിൻ ബോക്സിൽ കൊടുക്കുന്നതുകൊണ്ട് കുട്ടിയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ കഴിച്ചിട്ടുണ്ട്. ആരാണ് ഒരു മാറ്റം ആഗ്രഹിക്കാത്ത അല്ലേ? ഈ ഒരു പാൻ കേക്കിൻ്റെ പാനിൽ ഞാൻ പാൻ കേക്ക് ഉണ്ടാക്കൽ കുറവാണ്. ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഓംപ്ലേറ്റും പിന്നെ ഇതുപോലെയാണ്. അപ്പം നമ്മളിവിടെ ദോശയും ഇഡ്ഡലിയെല്ലാം ഞാനൊരു പ്ലേറ്റിൽ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മൊഞ്ചെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമില്ല. ഇനി ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു റെസിപ്പിയും ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇപ്പോൾ ഇതെല്ലാം ഇടുന്നത്. ഇത് വേണ്ടുന്ന ആൾക്കാർ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കറി റെസിപ്പീസ് പറഞ്ഞിട്ട് ലാസ്റ്റ് പ്ലേലിസ്റ്റ് ഇടുന്നുണ്ട് ഈ വീഡിയോൻ്റെ കൂടെ തന്നെ. അത് നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഒരു ചട്നി മക്കൾസിനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇഡ്ലിക്കും ദോശക്കും അതുപോലെ ഉഴുന്നിൻ്റെ എല്ലാ ഭക്ഷണത്തിനും മസാല ദോശക്കെല്ലാം ബെസ്റ്റാണ്. ഞാൻ ഇവർക്ക് ടിഫിൻ ബോക്സ് സെറ്റാക്കി വെച്ചതാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷോർട്സും ഇട്ടിട്ടുണ്ടേനും ഇതിൽ മുന്നേ. അതുപോലെ തന്നെ വേറൊരു ചട്നി ഉണ്ട്, തക്കാളി ചട്നി. അത് സൂപ്പറാണ്. ഞാനതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് ബോക്സ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.